നമസ്കാരം. നൈന ക്രിയേഷൻസിൽ നിന്ന് അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു അവിയൽ ഇട്ടുണ്ടായിരുന്നു. അതുപോലെയല്ല ഇത് ഉണ്ടാക്കണത്. ഇതിന് ഇത്തിരി വ്യത്യാസമുണ്ട്. ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അവിയലിൽ എല്ലാ കഷ്ണങ്ങളും ഇടാമെന്നാണ് പറയുക. ഇതിപ്പോൾ മത്തങ്ങ, ക്യാരറ്റ്, മുരിങ്ങക്കായ, ചേന, ബീൻസ്, കുറച്ച് പയർ, കുറച്ച് കുമ്പളങ്ങ, ഇതിൽ വെള്ളരിക്ക അങ്ങനെയൊക്കെ ഇടാം. പിന്നെ നേന്ത്രക്കായാണ് ഇടുന്നത്. ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് കറ പോകാൻ വേണ്ടിയിട്ട് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഈ കഷ്ണങ്ങളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഒന്നിച്ചിട്ട് കൊടുക്കാം. മുരിങ്ങക്കായ മാത്രം മുകളിലായിട്ട് വെക്കാം. മുരിങ്ങക്കായ അടിയിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ വെന്ത് പോവും. അത് കാരണമാണ് മുകളിൽ വെക്കാമെന്ന് പറയണത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഷ്ണങ്ങൾ എങ്ങനെയാണ് അരിയേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇതേപോലെ നീളത്തിലും കനം കുറച്ച് അരിയണം. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കഷ്ണങ്ങളുടെ മുകളിലായിട്ട് മുരിങ്ങക്കായ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തിളയ്ക്കണ വരെ മൂടി വയ്ക്കാം. ഇനി അടപ്പ് തുറന്ന് നോക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് സമയം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി കഷ്ണമൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും മോരൊക്കെ ചേർക്കണ സമയത്ത് നാളികേരം വരുമ്പോൾ അതിനും കൂടി ഉള്ളത് കണക്കാക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിക്ക് വേണ്ടിയിട്ട് മോരാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. മോരൊഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഒരു പച്ചമുളക് നടുകീറിയതും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം ഈ മോരൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം. ഇനി 1.5 മുറി നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക്, കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പകുതി നാളികേരം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ബാക്കി നാളികേരവും പച്ചമുളകും കരിവേപ്പിൻ്റെയും കൂടി ചതയ്ക്കണം. ഇപ്പോൾ നാളികേരം ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അധികം അരയാൻ പാടില്ല. ഇനി ബാക്കി നാളികേരവും പച്ചമുളകും കരിവേപ്പിലയും കൂടിയിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ അവിയലിനുള്ള നാളികേരക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കഷ്ണങ്ങളിലൊക്കെ മോര് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു ഇത്തിരി മോരും കൂടി ഉണ്ട് വറ്റാൻ. ഈ സമയത്ത് നാളികേരക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നടുവിൽ നാളികേരക്കൂട്ട് വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ കഷ്ണങ്ങൾ അതിൻ്റെ മുകളിലേക്ക് ഒതുക്കി വയ്ക്കാം. ഈ നാളികേരം മൂടി കിടക്കണ മാതിരി കഷ്ണങ്ങൾ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. അതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അടച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കൂടി വെക്കണം. അപ്പോൾ ഈ ബാക്കിയുള്ള മോരും കൂടി നന്നായിട്ട് വറ്റി വരും. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ നാളികേരവും കഷ്ണങ്ങളും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ അവിയൽ പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഓളെന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ, മറക്കാതെ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി ഇത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതാ അടിപൊളി അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇപ്പോൾ ഇതാ അവിയൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.